മധുരനൊമ്പരക്കാട്ട് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിത്യം മരുമകളാക്കാനായിട്ട് തിടക്കം കൂട്ടുവാണ് സുജാത. നിത്യയുടെ കയ്യിൽ വളയൊക്കെ അണിയിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, രഘുവേട്ടൻ ഉടനെ തന്നെ നാട്ടിലെത്തും, അതിനുശേഷം ഉടൻ തന്നെ നിശ്ചയം നടത്തണം. എനിക്കിവളെ എൻ്റെ മോളാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ധൃതിയായി. ഇതൊക്കെ കേട്ട് നിത്യം സദാനന്ദനൊക്കെ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. ഈ സമയം ഇതൊന്നും അങ്ങ് തീരെ ഇഷ്ടപ്പെടാതെ പോലെ നിൽക്കുവാണ് കേട്ടോ ജീവൻ. അന്നേരം മെമ്പറിൻ്റെ വീട്ടിൽ നാളെ സർപ്പക്കളം നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളും കൂടി അവിടെ വന്നാൽ ഞങ്ങൾക്ക് സന്തോഷമാകുമെന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോൾ സുജാത, നോക്കട്ടെ, സമയം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും അങ്ങോട്ടേക്ക് എത്താം. അത് കേൾക്കുമ്പോൾ ജീവൻ പറയണേ, അതിനെന്താ, നാളെ ഞങ്ങൾ ഉറപ്പായിട്ടും അവിടെ എത്തും. ഞാനിതുവരെ ഈ സർപ്പക്കുളമൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കതൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും സുജാത ജീവനെ കളിയാക്കിക്കൊണ്ട് പറയണേ, മനസ്സിലായി, നിത്യമോൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അവൻ്റെ ഈ തുള്ളിച്ചാട്ടമൊക്കെ. ഈ സമയം വേഗം ജീവൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകുവാണ്. അന്നേരം അവരുടെ വീട്ടിലെ വേലക്കാരൻ ജീവനോട് പറയണേ, ജീവൻ കുഞ്ഞിനെ നിത്യമോളെ കാണാൻ വേണ്ടിയിട്ടാണോ നാളെ അങ്ങോട്ടേക്ക് പോകുന്നത്? അന്നേരം ജീവൻ പറയണേ, അതിനൊന്നുമല്ല, ഈ പെണ്ണുങ്ങളുടെ സ്വഭാവം അതത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ചിരിച്ചുകൊണ്ട് കഴുത്തറക്കോറ്റകൾ. അതുകൊണ്ട് നാളത്തോടെ അവളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കും. എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നവൾ തികച്ചും പെർഫെക്റ്റ് ആയിരിക്കണം. അങ്ങനെ ജീവൻ എന്തോ ചില കാര്യങ്ങളൊക്കെ മനസ്സിലുറപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് പ്രമേയം കാണിക്കുന്നത് മെമ്പറിൻ്റെ വീട്ടിലേക്ക് എത്തുന്ന സുജാതേനെയും കുടുംബത്തിനെയുമാണ് കേട്ടോ. ഈ സമയം നിത്യ സാധാരണത്തിനൊക്കെ അവിടെ ഉണ്ടാകും. അങ്ങനെ സുജാതയെ കാണുന്നതും സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് നിത്യ. ഇതേസമയം ജീവനും ആ ഒരു ജോലിക്കാരനും കൂടി അവിടെ പുറത്ത് മാറി നിൽക്കുന്നുണ്ട്. ജീവൻ്റെ മനസ്സിൽ എന്തോ ഒരു പ്ലാനുണ്ട്. അത് നടപ്പാക്കാൻ വേണ്ടി ജീവൻ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. ഈ സമയത്ത് തന്നെ അവിടെ ആ ഒരു സർപ്പക്കളത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തുവാണ് ഹരിയും അമ്മാവനും ഒക്കെ. ഹരിയുടെ ഉള്ളിലാണെങ്കിൽ മുഴുവൻ ആ പാട്ടുപാടി പെൺകുട്ടിയെ കുറിച്ചുള്ള ചിന്തയൊക്കെയാണ്. അങ്ങനെ ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും ഒരു നോക്ക് കാണണം എന്നാണോ ഹരിയുടെ ആഗ്രഹം. അത് നിത്യയാണെന്ന് ഹരിക്കറിയില്ലല്ലോ. പിന്നീട് ജീവൻ പറഞ്ഞതനുസരിച്ച് ജീവൻ്റെ വീട്ടിലെ ആ വേലക്കാരൻ നിത്യയുടെ അരികിൽ ചെന്ന് ജീവനെ കാണാൻ വേണ്ടി പുറത്തേക്ക് വരണം എന്ന് പറയുവാണ്. അങ്ങനെ നിത്യ ആരുടെ ശ്രദ്ധയപ്പെടാതെ പുറത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജീവൻ്റെ അരികിലേക്ക് നിത്യ എത്തുമ്പോഴേക്കും ജീവൻ ചോദിക്കണേ, ഇത്രയും ആളുകൾക്കിടയിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചാൽ ഒറ്റയ്ക്കൊരു പെൺകുട്ടി വരുമോ? ഒരു നല്ല പെൺകുട്ടിയോ അങ്ങനെ വരുമോ? അന്നേരം നിത്യ പറഞ്ഞേ, അത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങുമ്പോഴേക്കും ജീവൻ പറയണേ, മതി, ഇനി ഒന്നും പറയണ്ട. ഈ സമയം ഇവരുടെ ഈ സംസാരം കേട്ട് അങ്ങോട്ടേക്ക് സുജാതയും ജ്യോതിയും നിത്യയുടെ അച്ഛനും എത്തുന്നുണ്ട്. സുജാത അത് കേട്ടിട്ട് ചോദിക്കണേ, അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ അമ്മയെ കണ്ടതും പെട്ടെന്ന് തന്നെ ജീവനെ മട്ടും ഭാവമൊക്കെ മാറുവാണ്. ജീവൻ ആകെ ഒന്ന് ഭയന്ന പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്രമാണ് പ്രമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്